വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 21 സെഞ്ച്വറിയിലും ട്രേഡിംഗ് ഒരു ഗാംബ്ലിംഗ് ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ വരെ ഉണ്ട് ഇപ്പോൾ. കാരണം ലാസ്റ്റ് ടൈം ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ഇല്ലാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള നോളജ് ഇല്ല. സാർ പറഞ്ഞ മാതിരി പ്രോപ്പറായിട്ടുള്ള നോളജ് ഇല്ല, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ല. അതുപോലെ തന്നെ ഫോറക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ലിവറേജ് എടുത്താൽ കൂടുതൽ പ്രോഫിറ്റബിൾ ആവാം. അട്രാക്ഷൻ കൂടുതൽ ലിവറേജ് എടുത്താൽ കൂടുതൽ പ്രോഫിറ്റബിൾ ആവാം എന്നാണ് അവരുടെ വിചാരം. അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് അത് മാത്രം പഠിച്ചാൽ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ അത് കൂടാതെ നമ്മൾക്ക് ഫണ്ടമെന്റൽസ് വേണം, റിസ്ക് മാനേജ്മെന്റ് വേണം. ഇതെല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടാണ് നമ്മൾക്ക് ഇതിലേക്ക് വരേണ്ടത് അല്ലേ. സോ ടെക്നിക്കൽസ് മാത്രം പഠിച്ചാൽ മാത്രമല്ല നമ്മളിത് പ്രോപ്പറായിട്ട് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം. അവിടെ നമ്മൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും. പക്ഷേ എല്ലാ സമയത്തും ടെക്നിക്കൽസ് കൊണ്ട് മാത്രമല്ല, ഫണ്ടമെന്റൽസ് കൊണ്ട് മാത്രം നമുക്ക് ട്രേഡ് എടുത്താൽ ഇല്ല, അങ്ങനെ ഒരിക്കലും പറയണില്ല. ടെക്നിക്കലും ഫണ്ടമെന്റലും എല്ലാം വേണം നമുക്ക്. അതെല്ലാം കൂടിയിട്ട് വേണം നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരാനുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ടമെന്റൽസ് നമുക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ ഏത് ഫണ്ടമെന്റൽസ് ആണ് ഏറ്റവും നല്ലത് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ ഏതൊക്കെ ഫണ്ടമെന്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യണം? ബേസിക്കലി ഇപ്പോൾ ലൈക്ക് നമുക്ക് എന്താ പറയുക, എക്കണോമിക് ഡാറ്റാസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ് മീറ്റ്സ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മീൻസ് ഏതെങ്കിലും സെൻട്രൽ ബാങ്ക്, ഇപ്പോൾ ലൈക്ക് US സെൻട്രൽ ബാങ്ക്, നമ്മുടെ ഫെഡറൽ റിസർവിൻ്റെ FOMCയുടെ എന്താ സോ ഇങ്ങനെ നമ്മൾ ഏതിനെയാണ് നമ്മളൊരു എക്കോണമിയെ കുറിച്ച് ഇപ്പോൾ നമുക്ക് US എക്കോണമി പറയുവാണെങ്കിൽ നമ്മൾ US എക്കോണമിയുടെ ഏതെല്ലാം ഫണ്ടമെന്റൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ഡാറ്റാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്?